അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് 5 നേരത്തെ നമസ്കാരവും പിന്നെ അതുപോലെ തന്നെ നോമ്പും സക്കാത്തും ഹജ്ജും പിന്നെ എപ്പോഴും മനസ്സിൽ നിറയുന്ന അള്ളാഹുവിൻ്റെ വലിപ്പത്തെക്കുറിച്ചും പ്രവാചകത്വത്തെക്കുറിച്ചുമൊക്കെയുള്ള ഉറച്ച ബോധ്യങ്ങളുമൊക്കെയാണ്. അതിനുവേണ്ടിയാണ് വിശ്വാസികളായ മനുഷ്യരോട് നിങ്ങൾ പള്ളിയിൽ വരാനും കാശ് മര്യാദയ്ക്കൊക്കെ ആളുകൾക്ക് കൊടുക്കാനും നോമ്പെടുക്കാനും ഒക്കെ കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ 98 99 നാമങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പേര് കേരളം മുഴുവൻ എത്തിക്കാൻ വേണ്ടി ഒരു മഹാനായ മൻസൂർ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന മഹത്തായ ജുവലറി വിപ്ലവം അത് അതിൻ്റെ പൂർണ്ണതയിൽ അങ്ങനെ നിറഞ്ഞ് പഴുത്ത് പൂത്ത് കായായി പൂവായി അങ്ങനെ നിൽക്കുകയാണ്. അതിൽ നിന്ന് വവ്വാല് കടിച്ച് വീണ ചില പഴങ്ങൾ കാശ് കൊണ്ട് കൊടുത്തവരുടെ തലയിൽ വീണിട്ടുണ്ട്. 40 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയൊക്കെയുള്ള നിരവധിയായ ആളുകൾ തെക്ക് വടക്ക് തേരാപ്പാര നടന്ന് കരയുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ച് കൊടുത്ത ബ്രോക്കർമാരെ സമീപിക്കുമ്പോൾ കാറിൽ കയറ്റിക്കൊണ്ടുപോയി നമ്മളിൽ അപ്പൂപ്പൻ താടി കളിക്കുന്നത് പോലെ ഫോണിൽ വിളിച്ച് ദേ പോയേ ഇവിടുന്ന് പോയേ എന്നൊക്കെ പറഞ്ഞ് അവരെ കറക്കി പറ്റുമെങ്കിൽ അവരുടെ ചിലവിൽ തന്നെ ഒരു ആഹാരവും കഴിച്ച് തിരിച്ച് അവരെ ഇങ്ങ് വീട്ടിൽ കൊണ്ടുവിടുന്ന പ്രവണത വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലയിടങ്ങളിലും ഇത് അടഞ്ഞ് ഒരു പരുവമായി നിൽക്കുന്നുണ്ട്. ആളുകൾക്കാർക്കും ബലമായി രംഗത്ത് വന്ന് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള ഒരു സമയം കുറവും ധൈര്യക്കുറവും പിന്നെ മോഡിയൊക്കെ അടങ്ങുന്ന കണക്ക് ചോദിക്കലുകാരുണ്ടോ എന്നൊക്കെയുള്ള ഇഡിയും സിഡിയും ഒക്കെ കിടക്കുന്നതിൻ്റെ പേടിയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനാരും രംഗത്ത് വരുന്നില്ല. എല്ലാവരും പറയുന്നത് വേറൊരാളുടെ 40 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്നാണ്. എന്നാൽ ഈ തട്ടിപ്പിലൊക്കെ നിന്ന ആളുകൾ നല്ല ഹൗഫോടെ നല്ല ഈമാനികമായ കരുത്തോടെ വളരെ ജാഗ്രതയോടെ ആഴത്തിലുള്ള പ്രാർത്ഥനകളിൽ മുഴുകി അങ്ങനെ പലയിടങ്ങളിൽ സന്തോഷപൂർവ്വം കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിനകത്ത്. കാരണം കൊടുത്ത ആളുകളും ഹലാല, ഇടയ്ക്ക് നിന്ന ആളുകളും ഹലാല, ഇത് വാങ്ങിച്ച ആളും ഹലാല. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു ഹറാമിൻ്റെ വിഷയം വരുന്നില്ല. അള്ളാഹു നൽകിയ സമ്പത്ത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വേറൊരു തരത്തിലുള്ള ഒരു ഹലാലായ പലിശ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വളരെ പ്രാർത്ഥനയോടെയാണിത് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി കൊടുക്കുന്ന ആരുടെയില്ല, അതിനേക്കാൾ വലിയ രൂപത്തിലും ഭാവത്തിലുമൊക്കെ വളരെ ഹലാലായ ഭാവത്തിലും രൂപത്തിലും ഒക്കെ നിൽക്കുന്ന ആളുകളുടെ കയ്യിലാണ് ഇതുകൊണ്ട് ഏൽപ്പിക്കുന്നത്. അത് അവസാനം എത്തിച്ചേരുന്ന ആളാരാ? ഇതിനേക്കാൾ വലിയ ഹലാലായ ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ നാമം കേരളത്തിൽ മുഴുവൻ എത്തണം. ആ എത്തുന്നതിലൂടെ ആളുകൾ ആരും മറക്കത്തില്ലല്ലോ. സ്വാഭാവികമായി ഈ കാശ് കൊടുത്തവനൊന്നും മരിക്കുന്നത് വരെ മറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് പ്രസക്തമായി. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ റംസാൻ മാസമായിട്ട് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പുതിയ പോസ്റ്റ് പുറത്തു വന്നു. അതായത് 0% പണിക്കൂലിയിൽ 0% പണിക്കൂലിയും എല്ലാം 0%. പണിക്കൂലി 0%. അവിടെ ചെല്ലുമ്പോൾ സ്വർണ്ണം എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് 0%. കൊടുത്തവന് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ അതും 0%. അങ്ങനെ 0% പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച അൽ മുക്താർ ഗ്രൂപ്പിൻ്റെ തിരുവനന്തപുരം ഷോറൂമുകൾ ഏപ്രിൽ 1 മുതൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പം ഇടക്കാലത്ത് വെച്ച് അടച്ചിരുന്നത് പിന്നിപ്പോൾ എന്തൊക്കെയോ മാർഗത്തിൽ അത് തുറക്കാനുള്ള ഒരു സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് നമ്മുടെ വയലാർ ശരത്തേട്ടൻ വയലാറിൻ്റെ പാട്ടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി എന്ന് പറയുന്ന ആ പ്രയോഗത്തെക്കുറിച്ച് ശരത്തേട്ടൻ പറഞ്ഞിരുന്നു. ഈ പിന്നെയും ഒഴുകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എപ്പോഴോ അത് നിലച്ചു പോയിരുന്നോ, പിന്നെ അല്ലെങ്കിൽ പിന്നെയും എന്ന വാക്ക് എന്തിനാണ് വന്നത്, എന്തിനായിരിക്കും തൻ്റെ അച്ഛൻ അങ്ങനെ ഉപയോഗിച്ചത് എന്നൊക്കെ വളരെ ഹൃദ്യമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ പിന്നേക്ക് വലിയ അർത്ഥമുണ്ട്. ഏതായാലും അങ്ങനെ പിന്നെയും തുറന്നിട്ടുണ്ട് മൻസൂർ മൗലാളി ഏപ്രിൽ 1 മുതൽ. ഇപ്പോൾ ഇടയ്ക്ക് ആരെയെങ്കിലും 1-2 ഇരയെ കിട്ടിയതുകൊണ്ട് ഒപ്പിച്ചവിടെ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ബാക്കി ഈ റംസാൻ മാസമായിട്ട് നല്ല രീതിയിൽ വീട്ടിൽ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീരാൻ വേണ്ടി കടുത്ത ദുആയിലും ദിക്റിലുമായി കഴിഞ്ഞുകൂടിയവർ നോമ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കാശെടുത്ത് മൗലാളിയുടെ കൊണ്ട് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
എന്തായാലും ഒന്നും പഠിക്കാത്തൊരു സമൂഹം, കഷ്ടം തന്നെ.